ഇന്ന് സംഭവം എന്താ ഇത് മാറിക്കൊടുക്കാനാ ഇത് അടിച്ചോണ്ടിരിക്കുന്ന. ബൈ ബൈ ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. അപ്പൊ ഞങ്ങളിതാ പുതിയ സ്ഥലം എവിടെ ഇപ്പം ഇത് ബേക്കൽ റെഡ്മോൺ ബീച്ച്. ഇപ്പൊ ഫാൻ ഓണാകത്തെന്താ നോക്കുന്നവര്. ആ ഫാനൊന്നും കറങ്ങുന്നില്ലല്ലോ, കണക്ഷൻ കൊടുക്കാൻ പറയാ. മോനെ സൂപ്പർ. പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ നോക്കണം നീ, അതാണ് സംഭവം. പ്രായമില്ല പഠിപ്പിച്ചു. എന്താ ബോട്ടിലാ? അതാ വിളിക്കുന്ന, നിന്നെ വിളിക്കുന്ന. പല ഐസ്ക്രീമോ? ക്ലിപ്പാടാ നിനക്ക് അറിയില്ല. ഇനി എന്താ ഇങ്ങനെ. ടാറ്റാ ബൈ ബൈ ഹൈഫൈ 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 ഉബി ബൈ ബൈ ബൈ. നമ്മളെ കോളേജിൽ പോലും ഇത്ര ആർട്സിന്റെ പരിപാടിക്ക് സ്റ്റേജ് ഉണ്ടാവില്ല. നോക്കിയേ, 1 2 3 4 5 5x5 സ്റ്റേജാ കല്യാണത്തിന്. ഉമ്മ ഫുഡ് കഴിച്ചിട്ടോ? അടാ മധ്യപ്രദേശ് എന്താ ഉമ്മ സംസാരിച്ചു തുടങ്ങി. क्या हो गया मम्मी? मध्य प्रदेश है। अच्छा शादी में बुला रहे क्या? नहीं, उन लोग शादी में आए हैं। अच्छा उन लोग शादी में आए हैं. ഉമ്മ സെറ്റപ്പ് എല്ലാം നോക്കി, ഫ്രീ ഫുഡ് കിട്ടുമെന്നുള്ള ഞാൻ സെറ്റപ്പ് നോക്കി, നടന്നില്ല. അത് നോക്കി जबलपुर में इവിടം വരെ. कहाँ से कहाँ किसी को कुछ तू भी तो बॉम्बे से यहाँ तक आ गई. वो बात नहीं, देखो वो सब നമ്മളൊക്കെ ഉണ്ടല്ലോ നിക്കറിട്ട് നടന്ന ചെക്കനെ നോക്കിയേ, അത് സൂം ചെയ്തേ, ഫുള്ള് സൂം ചെയ്തേ, നല്ല സൂം ചെയ്തേ. സീന് അനക്ക് പറയാനൊന്നുമില്ല. കണ്ണൂര് ഭാഷ അല്ല, അന്റെ ഭാഷ. നീ ഏതാ? നീ മീൻസ് കണ്ണൂര് ബോംബെ മിക്സ് അല്ലേ? ക്രോസ് ബ്രീഡ്. അതാ അത് ഞാനും സംഭവം. നീ പിന്നെ ഓക്കെ അല്ലേ? എനിക്ക് ആവില്ല. ഇവന് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഇവന് സംഭവം അതാ, പ്രോപ്പറായിട്ട് രണ്ടു അറിയില്ല, മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇന്ന് രാത്രി ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നീ വെറുതെ അന്നെ ഇതാ പറ്റിക്കുന്ന, വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. ഞാൻ വീട്ടിലപ്പോഴും അമ്മിനെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇക്കാക്ക പറഞ്ഞു. അപ്പൊ ഇക്കാക്ക പറഞ്ഞു ഇക്കാക്കാ ചേട്ടാ ഫസ്റ്റ് സേഫ് എന്ന് വിളിച്ചാനാ പറഞ്ഞാ പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞ രാത്രി വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്താണേലേ സംഭവം രസമുണ്ട്. കുറച്ച് ചെലവായി വീട്ടുകാരെ മാത്രമല്ല, പക്ഷെ ഫണ്ണാ, നല്ല രസമുണ്ട്. ദിവസം ഉണ്ടല്ലോ ആ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് സ്ട്രെസ് ഒഴിവാക്കിട്ട്, മറ്റേ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ് ഉണ്ടല്ലോ. ആയിരിക്കില്ല പുതിയ കണ്ടുപിടുത്ത ഇവിടെ പ്ലെയിൻ ഇറക്കാൻ പറ്റും. എയർപോർട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമുണ്ട്, പ്ലെയിനൊക്കെ ഇറക്കാൻ പറ്റുന്നത്. സ്ഥലം നോക്കിയതാ ബീച്ച്. അയ്യോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ അനിയനെല്ലാം. ഇത് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന സാധനമല്ലേ, പ്ലെയിൻ ഇറക്കാൻ പറ്റും. കാറ്റനുസരിച്ച് പോകുന്നുണ്ട്, ഇവിടെ പ്ലെയിൻ ഇറക്കാൻ പറ്റും. അവിടെ ഇപ്പൊ ഇവിടെ വന്നിട്ടേ നമ്മളൊരു 4-5 വണ്ണ് ഉണ്ട്. 4-5 വണ്ണും 3 ബ്രൈറ്റ് ടു ബി ഉണ്ട്, വെഡിങ്ങിന്റെ ഇത് കണ്ട്, സേവ് ദ ഡേറ്റ് കണ്ട്, പിന്നെ ബർത്ത്ഡേ കണ്ട്, പിന്നെ മറ്റിതും കണ്ട്. ഏത് മോം ടു ബിയും കണ്ട്. അതിപ്പോ മോം ടു ബി ആയിരുന്നു. അടാ വേണ്ട, സംഭവം ഉണ്ടല്ലോ സെറ്റാ. ഇവൻ തന്നെ 3 കണ്ട്. എന്നിട്ട് പറയാ ഇതാ എല്ലാരും ഇന്നാ ജനിച്ചത് 1-ാം തീയതി അല്ല 11-ാം തീയതി 1-ാം മാസം. ലൈഫടാ സംഭവം, അതാണ് ലൈഫ്. അവിടെ താടി നോക്കടാ ടർബോ, നിനക്ക് പോലും ഇങ്ങനെ താടിയില്ല. അതിന്റെ താടി നോക്ക്. നിന്റെ താടി ഒന്ന് കാണിച്ചെടുത്ത്. വേണ്ട, നമുക്കൊക്കെ താടി ഉണ്ട് കേട്ടോ. ടർബോയും താടിയില്ല. ടർബോന് ഫേസ് റിവീൽ ആയില്ലേ? ഫേസ് റിവീൽ ആയില്ലേ? ഫസ്റ്റ് സാഞ്ചറുണ്ട്. ഇല്ലില്ല, ഒരു വീഡിയോ കട്ട് ചെയ്തില്ല നമ്മള്. ടർബോന്റെ ഫേസ് റിവീൽ വേറെ സംഭവമായിരുന്നു ഉദ്ദേശിച്ചത്. നാളെയാ മറ്റന്നാളെയാ ഇനി എപ്പോഴാണ് സമയം കിട്ടുന്ന അപ്പൊ എടുക്കാം. എയറിൽ ഓടിക്കുന്ന സൈക്കിളും കൂടെ ഷാരിക്കിന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. കയറണോ ഷാരിക്ക്? സൈക്ലിംഗ് എത്രയാണെന്നറിയോ? സൈക്ലിങ്ങും വാൾ ക്ലൈമ്പിനും കൂടിയിട്ട് 200 രൂപ. കയറണോ? നീ തൽക്കാലം ഉണ്ടല്ലോ ഇതിൽ കയറിക്കതാ. ആ സാധനം കണ്ടോ? ടുക് ടുക് വീണോന്ന് എടാ രാഗന്നടാ. ഷാരിക്ക് അടുത്തത് കേട്ടോ, അടുത്ത ഷാരിക്ക്.
ഞാൻ പകുതി കയറുമ്പോഴത്തേക്കും മതിയാവും. പകുതി വരുമ്പോ മതിയോ? എന്താ അത് വെയിറ്റ് ഉണ്ടെന്നോ? ഇല്ല, ഭയങ്കര വെയിറ്റ് ഉള്ളത്. 60 കിലോ ഉണ്ട്. 60 കിലോ. പക്ഷെ മതിലൊരു ശീലമുള്ള പെട്ടെന്ന് പറ്റും അല്ലേ ടർബോ? നിങ്ങള് ടർബോന് ശീലമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ മതിലുകളല്ല. എന്തടാ എവ്രി ബോയ്സ് ഡ്രീം. ഞാൻ കണ്ട കടാ എന്റെ മോനെ സൂപ്പർ അല്ലേ? RC സർക്യൂട്ട് കൊള്ളാല്ലേ? ഇത് കാണിച്ചെടുത്തേ. ട്രാക്ക് നോക്കടാ, സർക്യൂട്ട് ട്രാക്ക് നോക്കിയേ. ഇത് നോക്കിയേ, പായലൊക്കെ സെറ്റ്. അത് മറ്റേത് റാലി കാറിന് വേണ്ടിട്ട് അമ്പടികളിയാക്കി. അപ്പൊ എന്താ പക്ഷെ ആയിരിക്കുന്ന ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ലതന്നെ. ടർബോ ബോറടിച്ച്. അമ്മേ कैसा था घर? हाँ अच्छा 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 ബാക്ക് തംസപ്പ് നബ്ബോ എന്ത് ബാക്കി പറ. അടാ അംബാസിഡർ നല്ല തന്നെയാ. ഇനിയെപ്പോ വരുന്നു? ഇൻഷാല്ലാ 5 കൊല്ലം കൂടിയിട്ട് എന്താ വന്ന്. അപ്പൊ ഇപ്പൊ വന്ന് ലാസ്റ്റ് മറ്റേ കൊറോണ സമയത്ത് ബുക്ക് എടുക്കാനല്ലേ എന്റെ കൂടെ ബുക്ക് എടുക്കാൻ വന്ന 2021 ഇപ്പൊ 2026. സൂപ്പർ. 4 വർഷം 5 വർഷം 4 വർഷം 5 വർഷമായി. അപ്പൊ ഇവരിങ്ങ് പോയി. ഇന്ന് പോയി. ഇനി എപ്പാ വരണ്ടേ? ഇനിയെപ്പോ ലീവ്? ശാരിക്ക പോയിരുന്നു? വരണ്ട, ഇനി വരണ്ട അല്ലേ ടർബോ? ഇല്ല നീ വരണ്ട. എന്തിനാ ഒരാഴ്ച? അല്ലേലേ കഴിഞ്ഞ പ്രാവശ്യം സംഭവം എന്താ? ഇത് മാറിക്കൊടുക്കാനാ ഇതടിച്ചോണ്ടിരിക്കുന്ന? അവന് കേറാനല്ലേ? അതാ അത് ഞാൻ നോക്കുന്നുണ്ട്. ഓന് കേറാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓൺ അടിച്ചാ പോരെ? അതിന് സമാധാനത്തിൽ പോട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി, കാനങ്ങാടെത്തി. ഇത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുത്തിട്ട് തിരിച്ചു പോവാം. संभाल के गाड़ी लेके ना, गाड़ी एकदम ये हो रही है सुना। ഓക്കെ ബൈ. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വീട്ടുകാര് പോകുന്നു, നമ്മളെ പാട്ടിന് പോകുന്നു. ഇനി എന്നാണാവോ ഇങ്ങനൊരു ദിവസം? കഴിഞ്ഞ ലാസ്റ്റ് പോയി 2024 ഒരു ദിവസം ഇങ്ങനെ കിട്ടണോടാ ഒരു കൊല്ലത്തില്. അതാണ് കഴിഞ്ഞെല്ലാം മിസ്സായ. അതിന് ഉമ്മ കൊറേ പറഞ്ഞു. നിനക്ക് ബോറടിച്ചോടാ? ഇല്ലല്ലോ. നിന്നെ കൂട്ടിയെന്ന് പറഞ്ഞാലേ ആരോ ഒരാൾ വേണ്ടേ? ഞാൻ എന്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ട് കൂട്ടുക. ഉമ്മ പറഞ്ഞു കേട്ടില്ലേ ഫോട്ടോ എടുത്തല്ലേ? ഉമ്മാന്റെ ഫോട്ടോ ഒക്കെ അടിപൊളി കേട്ടാ. ഇവര് കപ്പിൾ ഗോൾസ് ഒക്കെ എടുത്ത് കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഫോട്ടോ എടുത്തേക്കുന്നത്. ഉമ്മ മറ്റേ പഴയ മെമ്മറീസ് ഒക്കെ റിലീവ് ചെയ്ത്. നമ്മള് പണ്ട് പോകാറുണ്ടായിരുന്നു ഇതുപോലെ. ഇപ്പം കൊറേ ആയി പോയിട്ട്. സംഭവം നൈസായിരുന്നു. ഇനിയെന്താ? ഇനിയിപ്പോ അടുത്ത വീഡിയോ എന്നാണോ എടുക്കുന്നത് അന്നിട്ട് ഇതേപോലത്തെ സാധനങ്ങളുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ ലൈഫിൽ കാണിക്കാനൊന്നുമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സും സംഭവങ്ങളും. ഓക്കെ ബൈ.